കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രെഡും ചിക്കനും വെച്ചിട്ട് വളരെ ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ഇത് ബ്രെഡാണ് കേട്ടോ. ബ്രെഡിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ചിക്കൻ മസാല ഫില്ല് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ബ്രെഡ് ആയതുകൊണ്ട് നമുക്കറിയാമല്ലോ, എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് റെസിപ്പിയാണ്. വളരെ രുചിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഏകദേശം 250 ഗ്രാമോളം ബോൺലെസ് ചിക്കൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്ത ചിക്കനാണ്. ഇത് നമുക്ക് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വരെ ചെറുനാരങ്ങ നീര്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഏകദേശം 1/2 ടീസ്പൂണോളം ഉപ്പ് മതിയാവും. എന്നിട്ടെല്ലാം കൂടി ചിക്കനിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും മസാല മാത്രമേ ചിക്കനിലേക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് സമയമുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഇതുപോലെ അടച്ച് വെക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ഫ്രൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചൂടായ പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചത്. അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ആദ്യം ചിക്കൻ നല്ലതുപോലെ എണ്ണയിലേക്കൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ചിക്കൻ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. പിന്നെ ഇത് ചെറിയ ചെറിയ പീസായതുകൊണ്ട് നമുക്ക് തിരിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ അങ്ങ് ഫ്രൈ ആയിട്ട് കിട്ടും. ഇതുപോലെ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റോളം നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അത്രയും സമയം കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ ഇത് ചിക്കൻ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സവാളയാണ് ചേർക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ വരെ സവാള കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വരെ ക്യാപ്സിക്കം, ഒരു 2 ടേബിൾ സ്പൂൺ വരെ മല്ലിയില അരിഞ്ഞത്, അത്രയും തന്നെ സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തത്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മുടെ ചിക്കനിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്കിതിൽ ക്യാരറ്റ്, ക്യാബേജൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെജിറ്റബിൾസ് ചേർക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. 1 മിനിറ്റ് വരെ ഏകദേശം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ട് അതും കൂടി നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വരെ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്രയും തന്നെ ഏകദേശം 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 സോസും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫില്ലിംഗ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ തയ്യാറാക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സോസും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നമ്മളിന്ന് ബ്രെഡ് വെച്ചിട്ടാണല്ലോ ഇത് തയ്യാറാക്കുന്നത്. 2 ബ്രെഡ് ആദ്യം ഇതുപോലെ എടുത്തിട്ട് ഒരുമിച്ച് വെക്കുക, താഴെയും മുകളിലുമായിട്ട് വെക്കുക. അതിനുശേഷം ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് പരത്തി നേരിയതാക്കി എടുക്കുക. അപ്പോൾ ആ ബ്രെഡ് രണ്ടും കൂടി അവിടെ അങ്ങ് ഒട്ടിപ്പിടിച്ച് നിന്നോളും. സൈഡൊന്നും ഞാൻ കട്ട് ചെയ്യുന്നില്ല കേട്ടോ, കാരണം നമ്മളിത് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ആദ്യം സൈഡൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല നേരിയതാക്കിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം എന്തെങ്കിലും റൗണ്ടിലുള്ള കട്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ അടപ്പ് വെച്ചിട്ടോ നല്ല റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഈ ബ്രെഡിൻ്റെ അത്രയും വലുപ്പത്തിൽ, അതായത് സൈഡ് മാത്രം കട്ടായിട്ട് ബാക്കി മുഴുവനും നമുക്ക് എടുക്കാൻ പറ്റുന്ന അത്രയും വലുപ്പത്തിലുള്ള ഒരു കട്ടർ എടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അധികം ബ്രെഡ് വേസ്റ്റ് ആവാതെ കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു അടപ്പ് വെച്ചിട്ട് നല്ല റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്തത് നമുക്കിവിടെ മാറ്റി വെക്കാം. ബാക്കിയും കൂടി നമുക്ക് ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഞാനൊരു 4 എണ്ണമാണ് ഇതുപോലെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ ഫില്ലിംഗ് കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ അതിനനുസരിച്ച് ഒരു 4 റൗണ്ടിൽ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ആദ്യം നമുക്ക് മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഒന്ന് മുക്കിയെടുക്കണം. അപ്പോൾ ഞാനൊരു മുട്ട എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. കുറച്ചൊന്ന് അടിച്ചെടുക്കുക. അതുപോലെ തന്നെ ഒരു പ്ലേറ്റിൽ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച ബ്രെഡ് ആദ്യം മുട്ടയിലും പിന്നീട് ഈ ബ്രെഡ് ക്രംസിലും നല്ലതുപോലെ ഒന്ന് മുക്കിയെടുക്കാം. ബ്രെഡ് പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ, അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യണം. അപ്പോൾ മുട്ടയിൽ നല്ലതുപോലെ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലും നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായ എണ്ണയിലിട്ടിട്ട് ഈ ബ്രെഡ് നമുക്ക്
ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ കാണുമ്പോൾ നമുക്കൊരു നെയ്പ്പത്തിൽ പോലെയൊക്കെ തോന്നും. നല്ലതുപോലെ പൊങ്ങി വന്നിട്ട് ബ്രെഡ് ക്രംസിൻ്റെ ഇതൊക്കെ ആയിട്ട് കാണുമ്പോൾ നമുക്കൊരു നെയ്പ്പത്തിൽ പോലെയാണ് തോന്നുക. ഇതിപ്പോൾ നല്ലതുപോലെ പൊങ്ങി വരും. അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നല്ലതുപോലെ പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത് ആ ഭാഗവും കൂടി നല്ലൊരു ഗോൾഡൻ കളറായിട്ട് മാറുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 ഭാഗവും നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. ഇത് എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ, ആ ഒരു പേടി വേണ്ട. നമ്മൾ മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഒക്കെ മുക്കുന്നതുകൊണ്ട് എണ്ണയൊന്നും ഒട്ടും കുടിക്കാതെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ബ്രെഡൊക്കെ ഇവിടെ ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ചിക്കൻ മസാല ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ആദ്യം ഇതൊന്ന് കട്ട് ചെയ്യാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് നിറക്കാൻ വേണ്ടിയിട്ട് ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ പതുക്കെ കട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിത് 2 പീസായിട്ടും ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ മുകൾ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനൊരു സ്പൂൺ വെച്ചിട്ട് നമ്മുടെ ചിക്കൻ മസാല ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് മയണൈസ് വെച്ചിട്ടുള്ള മസാലയൊക്കെ തയ്യാറാക്കാം കേട്ടോ. ഇനി അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മയണൈസ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസുകൾ ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ചിക്കൻ മസാല ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നേർ പകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ചിക്കൻ മസാല നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ 2 രീതിയിലും നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതും കൂടി ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബ്രെഡ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല രുചിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിമ്പിളല്ലേ ഉണ്ടാക്കാൻ, ഒട്ടും പണിയില്ലാത്തൊരു സ്നാക്ക് റെസിപ്പിയാണ്. വൈകുന്നേരമൊക്കെ നമ്മൾ കിച്ചണിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ മുട്ടയിലും ബ്രെഡ് ക്രംസിലൊക്കെ നല്ലതുപോലെ കവർ ചെയ്ത് ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് ഒട്ടും എണ്ണയും കുടിക്കില്ല. നോമ്പിനൊന്നും മിക്ക ആളുകൾക്കും എണ്ണ അധികം ഉള്ള കടികൾ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇത് എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ, ആ ഒരു പേടി വേണ്ട. ബ്രെഡ് നമുക്ക് ഒട്ടും എണ്ണയില്ലാതെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ എല്ലാവരും ഇപ്പോൾ നോമ്പായത് മുതൽ ആവശ്യപ്പെടുന്നത് സിമ്പിളായിട്ടുള്ള സ്നാക്സ് കാണിക്കാനാണ്. ഇതൊരു സിമ്പിൾ സ്നാക്സ് ആണല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്